വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ വീടുകൾ ജപ്തി ചെയ്യരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. വീടാണ് ജാമ്യമെങ്കിൽ വീട് ജപ്തി ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ VGF അനുവദിച്ചില്ലെങ്കിലും വിഴിഞ്ഞം പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും 2028ഓടെ 4ാം ഘട്ടം പൂർത്തിയാകുമെന്നും മന്ത്രി VN വാസവനും നിയമസഭയിൽ മറുപടി നൽകി. വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ താമസിക്കുന്ന വീടുകൾ ജപ്തി ചെയ്യരുതെന്ന് കർശനമായ നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയത്. ഈ സർഫാസി ആക്ടിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാർ VGF അനുവദിച്ചില്ലെങ്കിലും വിഴിഞ്ഞം പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും 2028ഓടെ 4ാം ഘട്ടം പൂർത്തിയാക്കുമെന്നും മന്ത്രി VN വാസവൻ നിയമസഭയിൽ മറുപടി നൽകി. കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ നിന്നും VGF ലഭിക്കുന്നില്ലെങ്കിലും നമുക്ക് പദ്ധതി ഏതായാലും മാറ്റിവെക്കാനാവില്ല. ഈ കാര്യത്തിൽ കേരള സംസ്ഥാനം ധാരണയോടെയും ഭാവനയോടെയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഈ ബഡ്ജറ്റിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കുറഞ്ഞ നിരക്കിന് ലഭിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. ഈ ദീർഘകാല കരാർ യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ഇല്ലാതെ നടപ്പാക്കിയത് സാധാരണഗതിയിൽ അങ്ങനെ നടപ്പാക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ 2016 വന്നപ്പോൾ ഈ പ്രശ്നം ഗൗരവമായി തന്നെ ക്യാബിനറ്റ് ചർച്ച ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇല്ലാതാകുന്നത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് അത് തുടരട്ടെ എന്ന നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. എന്നാൽ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടെന്ന പ്രതിപക്ഷ ആരോപണം ധനമന്ത്രി തള്ളി. ഇക്കാര്യത്തിൽ ധനകാര്യ വിഭാഗം പരിശോധന നടത്തി. റിപ്പോർട്ട് ഉടൻ ലഭിക്കും. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പർച്ചേസുകളെ ക്രമക്കേടായി കൂട്ടിക്കെട്ടരുതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.